ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ ക്രം കോട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റമർ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ക്രം കോട്ടിങ്ങിന് ഫുൾ ചോക്ലേറ്റ് തന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വിപ്പിംഗ് ക്രീം അല്ലാഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്ത കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്കും വിപ്പിംഗ് ക്രീമിൽ തന്നെയാണ് ചെയ്യാറ്. വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യം ചോക്ലേറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഈ കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞ കാരണമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു കേക്കാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്. സെക്കൻഡ് ലെയർ വെച്ച് നമ്മൾ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചോക്ലേറ്റിൻ്റെ അളവ് അങ്ങനെ പ്രത്യേകം ഞാൻ അങ്ങനെ അളന്നിട്ടില്ല. കുറച്ച് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിൽ ഒരു 3 കപ്പൊക്കെ ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും പകുതിയായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ കേക്ക് ക്രം കോട്ടിങ് മറ്റേ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചെയ്യുന്നതിലും സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് പറ്റില്ല എന്ന്, പക്ഷേ കുറച്ച് തിക്നെസ് ഉണ്ടാവും. എന്നാലും വേഗം ഫ്രിഡ്ജിൽ വെച്ചാൽ വേഗം സെറ്റായി കിട്ടുകയും ചെയ്യും ഈ ഒരു ചോക്ലേറ്റ് കൊണ്ടുള്ള കേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.